ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണേട്ടൻ്റെ അമ്മായി ഉണ്ടല്ലോ, അനു അമ്മായി, നമ്മുടെ കുട്ടിമാമയും അമ്മായിയും. അമ്മായിയുടെ അമ്മയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ കൂടെ. മമ്മി എന്ന് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന അനു അമ്മായിയുടെ അമ്മയുടെ റെസിപ്പിയാണ്. ആ മമ്മിയുടെ കയ്യിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആൻഡ് സൂപ്പർ റെസിപ്പീസ് ഉണ്ട്. എപ്പോഴും സൂപ്പർ ഹിറ്റായിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഞങ്ങളുടെ ഇടയിൽ. എന്താ പറയുക, മമ്മിയുടെ ഒരു കോക്കനട്ട് ബർഫി. അതേപോലെ മമ്മിയുടെ കയ്യിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. എപ്പോൾ പോകുമ്പോഴും നമ്മൾ ബിസി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് എപ്പോൾ പോകുമ്പോഴും മമ്മിയുടെ അടുത്ത് നിന്ന് എനിക്കൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ അമ്മായിയുടെ അടുത്ത് മമ്മി വന്ന സമയത്ത് അമ്മായി മമ്മിയെ കൊണ്ട് ഒരു വണ്ടർഫുള്ളായിട്ട്, ഇപ്പം മാങ്ങ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ, വളരെ സൂപ്പറായിട്ട് ഒരു മാംഗോ ക്രഷ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മമ്മിയെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ആ ഒരു റെസിപ്പി അമ്മായി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അമ്മായി എടുത്ത വീഡിയോ ആണ് അത്. എന്താ പറയുക, അതൊരു യൂട്യൂബ് മോഡിലല്ല വന്നിരിക്കുന്നത്, അത് നോർമൽ മോഡിലാണ് വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വരൂ, അമ്മായിയുടെ സ്റ്റൈലിൽ മമ്മി ഉണ്ടാക്കുന്ന ആ ഒരു മാംഗോ ക്രഷ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇന്ന് നമുക്ക് കുറേ മാങ്ങ കിട്ടി, നല്ല മാമ്പഴം. ഇപ്പം മമ്മി ഇവിടെ ഉണ്ട്. മമ്മി അതിനൊക്കെ മുറിച്ച് ഇതിങ്ങനെ ഒരു പാത്രം നിറച്ചും മാങ്ങയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനെ മാംഗോ ക്രഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നല്ലോണം വൃത്തിയായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ തന്നെ ഉള്ളിലൊക്കെ നോക്കുക, നല്ലോണം വല്ല പുഴുവോ എന്തെങ്കിലും ഉണ്ടോ എന്ന്, കളർ ഡിഫറൻസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം. എല്ലാം നല്ല വൃത്തിയായി കഴുകി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കാൻ പോവാണ്. അടിച്ചിട്ട് കാണിച്ചു തരാം. മാങ്ങ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണം കേട്ടോ. ഒരു സെറ്റ് അരച്ചിട്ടാണ് ഇങ്ങനെ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടുത്ത ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ചും കൂടി. അപ്പോൾ അതാ എല്ലാ മാങ്ങയും അരച്ചു. ഇത് പൾപ്പാണ്. അപ്പോൾ ഈ പൾപ്പിൻ്റെ കൂടെ ഇനി നമ്മൾ അതിനെ ചൂടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 15 ടീസ്പൂൺ അൺറിഫൈൻഡ് ഷുഗറാണ് കേട്ടോ. ഇത് വൈറ്റ് അല്ല, ഒരു ബ്രൗണിഷ് കളറുള്ള ഷുഗറാണിത്. അപ്പം ഇവിടെ അതാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതെടുത്തിട്ടത്. എൻ്റെ അടുത്ത് വൈറ്റ് ഷുഗർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ഇന്ന് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചൂടാക്കാൻ വെക്കണം, തിളപ്പിക്കാൻ വെക്കണം. പിന്നെ എല്ലാത്തിൻ്റെയും കൂടി ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. അതൊരു പിങ്ക് സോൾട്ട്, ഒരു ചെറിയ ഒരു 1/4 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു നുള്ള്. അപ്പോൾ ഇത് തിളച്ചു അല്ലേ, ബബിൾസ് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബബിൾസ് വരുമ്പോൾ അത് തെറിക്കും. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം, അന്ന് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ആയി. ഇതിനെ നമ്മൾ ഒരു 5 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കിട്ടോ. കുറച്ച് മധുരത്തിൽ കുറവ് പോലെ തോന്നി, കാരണം നമ്മൾ ക്രഷാക്കിയിട്ട് എടുത്ത് വെക്കുന്നതല്ലേ. ഇത് ആറിയിട്ട് നമുക്ക് ബോട്ടിൽസിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ആറിയിട്ട് തണുത്തതിന് ശേഷം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം തിളച്ചു. അത് വെന്തു. ഞാൻ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം മധുരം ചേർത്തിട്ടുള്ള മാങ്ങയുടെ മധുരം ഉണ്ട്. അതുകൂടാതെ നമ്മൾ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഇനി ഇത് ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മാമ്പഴക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഇത് ക്രഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസാക്കിയിട്ട് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ജ്യൂസ് പോലെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ വേറെ ഇത് വെച്ച് പുഡിങ്, ഐസ്ക്രീം ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ക്രീം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാമ്പഴം കേടുവന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം അതിനെ ക്രഷാക്കിയതാണ്. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിൽസിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാം.
അപ്പോൾ അതാ മമ്മി ക്രഷൊക്കെ ഒരു ബോട്ടിലിലേക്ക് ആക്കണം. നല്ലോണം തണുത്തു. പിന്നെ അത് ബോട്ടിലേക്ക് ആക്കണം. വാനില ഐസ്ക്രീമിൻ്റെ കൂടെ ഈ പൾപ്പും കൂടി ഇട്ടിട്ട് കഴിച്ചു നോക്കി, അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഞാൻ പോകുന്ന സമയത്ത് അവിടെ മമ്മിയെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അതേമാതിരി തന്നെ അനുമ്മയുടെ അടുത്തേക്ക് മമ്മി വന്ന സമയത്ത് ആ ഒരു എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, വിനീസ് കിച്ചണിന് വേണ്ടിയിട്ട് മമ്മിയെ കൊണ്ട് ഇത്രയും ചെയ്യിപ്പിച്ചതിന് അനുമ്മയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അനുമ്മയും കുട്ടിമാമനും എന്താ പറയുക, ഇങ്ങനത്തെ ഒരു യുണീക്കായിട്ടുള്ള റെസിപ്പീസ് കണ്ടാൽ അപ്പം തന്നെ വീഡിയോ എടുത്തിട്ട് വിനീസ് കിച്ചണിൻ്റെ നമ്മുടെ ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ അവർ നോക്കാറുണ്ട്. സോ എ ബിഗ് താങ്ക് യു മമ്മിക്കായാലും അനുമ്മയ്ക്കായാലും കുട്ടിമാമനായാലും എ വെരി ബിഗ് താങ്ക് യു വിനീസ് കിച്ചൺ ഫാമിലിയുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ല റെസിപ്പീസ് തരുന്നതിന് വളരെ താങ്ക്സ്. ഞാൻ അവിടെ ഇല്ലെങ്കിലും ഇതുപോലെ ഉള്ള റെസിപ്പീസ് മിസ്സാവരുത് എന്ന് വിചാരിക്കുന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീണ്ടും നമ്മൾ നല്ല റെസിപ്പിയുമായി കാണുന്നത് വരയ്ക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinny's Kitchen.